ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മണ്ഡല മകരവിളക്ക് ഉത്സവം കഴിഞ്ഞ് ശബരിമല നടയടയ്ക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ യുവതികളുടെ ഒരു വലിയ സംഘം എത്തും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നടയടയ്ക്കുന്ന ഞായറാഴ്ചയ്ക്ക് മുൻപ് ശബരിമലയിലേക്ക് സംഘങ്ങളായി യുവതികൾ എത്തിയേക്കും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനിടെ ശബരിമലയിൽ അവസാന ദിവസങ്ങളിൽ യുവതി പ്രവേശനം തടയുന്നതിന് വേണ്ടി സംഘപരിവാർ പ്രവർത്തകർ കൂട്ടമായി എത്തുന്നുണ്ട്. ചലോ ശബരിമല എന്ന ആഹ്വാനമായാണ് RSS സംഘം ശബരിമലയിലേക്ക് ഇപ്പോൾ എത്തുന്നത്. സുപ്രീം കോടതി വിധി അനുസരിച്ച് ശബരിമലയിൽ 51 യുവതികൾ കയറിയിട്ടുണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെയാണ് യുവതികൾ വീണ്ടും ശബരിമലയിലേക്ക് വരുന്നതായുള്ള വാർത്തകൾ വരുന്നത്. ഇവർ പല സംഘങ്ങളായി എത്തും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഏതെങ്കിലും ഒരു സംഘത്തിന് വഴിയിൽ പ്രതിഷേധം നേരിടേണ്ടി വന്നാൽ മറ്റേതെങ്കിലും വഴിയിലൂടെ അടുത്ത സംഘം അടുത്തടുത്തേക്ക് പോകും. അങ്ങനെയുള്ള ഒരു അജണ്ടയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. നാളെ യുവതികളുടെ പുതിയ സംഘം എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കനകദുർഗയും ബിന്ദുവും അടക്കമുള്ളവരെ ശബരിമലയിലേക്ക് എത്തിക്കാൻ പ്രവർത്തിച്ച നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയും തമിഴ്നാട്ടിലെ മനിതി സംഘടനയും ചേർന്നാണ് സ്ത്രീകളെ ഇത്തരത്തിൽ എത്തിക്കുന്നതെന്നാണ് വാർത്ത വരുന്നത്. ഒരു ദേശീയ മാധ്യമമാണ് ഇത് സംബന്ധിച്ച ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 20ഓളം യുവതികൾ ശനിയാഴ്ച മല ചവിട്ടാൻ എത്തും എന്നാണ് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം രേഷ്മ, നിശാന്ത, ഷാനല എന്നീ യുവതികൾ അയ്യപ്പ ദർശനത്തിന് ശ്രമം നടത്തിയെങ്കിലും പ്രതിഷേധം മൂലം മല കയറാൻ സാധിക്കാതെ ഇവർക്ക് തിരിച്ച് മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും യുവതികൾ ശബരിമലയിൽ ദർശനം നടത്താൻ പല സംഘങ്ങളായി എത്തുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഭക്തരും ഇതിനെ അഭിമുഖീകരിക്കാനായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പല ഭാഗത്തു നിന്നും ഇപ്പോൾ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ അയ്യപ്പ ഭക്തർ ഇപ്പോൾ സംഘടിച്ച് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലെത്തുന്ന യുവതികളെ തടയുന്നതിന് വേണ്ടി കൂടിയാണ് അവർ ശബരിമലയിൽ സംഘടിച്ച് എത്തുന്നത്. RSSന്റെ നേതൃത്വത്തിൽ ചലോ ശബരിമല എന്നുള്ള ഒരു ആഹ്വാനവുമായി പ്രവർത്തകർ പല ഭാഗങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. ഇവരെയെല്ലാം ഒരു കാരണവശാലും ശബരിമലയിലേക്ക് കടത്തിവിടില്ല എന്നാണ് ഈ ചലോ ശബരിമല എന്നുള്ള ആഹ്വാനം ഉന്നയിക്കുന്ന RSS പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിൽ സംഘങ്ങളായി എത്തുന്നവരെ ശബരിമലയിൽ കയറ്റില്ല എന്നാണ് RSS നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്നത് പല സംഘങ്ങളായി ശബരിമല ദർശനത്തിനായി യുവതികൾ എത്തും എന്ന് തന്നെയാണ്. ശബരിമലയിൽ ഇനി ഒരു ദിവസം മാത്രം ശേഷിക്കുകയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ചലോ ശബരിമല എന്ന ആഹ്വാനം ഉന്നയിച്ചുകൊണ്ടാണ് RSS ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രവർത്തകർ ശബരിമലയിലേക്ക് ഇവരെ തടയാനായി ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശബരിമല ദർശനത്തിനെത്തിയ രേഷ്മ, നിശാന്തിനെയും ഷാൻല സജീഷിനെയും തടഞ്ഞത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഇത്തരത്തിലുള്ള ഭക്തരായിരുന്നു. ഇതുപോലെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നട അടയ്ക്കുന്നതിന് മുൻപ് അവസാന മണിക്കൂറുകളിൽ യുവതികൾ എത്തും എന്നുള്ള ഒരു വാർത്ത ഇവർക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. എന്നാൽ ഇതിപ്പോൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനെ പ്രതിരോധിക്കാനാണ് ഭക്തരും RSSും ഇപ്പോൾ നീക്കം നടത്തുന്നത്. നിലയ്ക്കൽ ആറന്മുള സമരങ്ങൾക്ക് പിന്നണിയിൽ നിന്ന് നേതൃത്വം നൽകിയിരുന്ന 2 പ്രചാരകന്മാരെ ഇതിനായി RSS നിയോഗിച്ചു കഴിഞ്ഞു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് യുവതി പ്രവേശനം സാധ്യമാക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ പൂർണ്ണ തോതിൽ വിജയിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. യുവതികളെ കയറ്റിയത് സംബന്ധിച്ച് ഹൈക്കോടതി നിരീക്ഷക സമിതിയും സർക്കാരിനെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മുൻ DGPമാരുടെ നേതൃത്വത്തിൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഈ ഒരു വൈകിയ വേളയിൽ ഇത്തരത്തിൽ ശബരിമല ദർശനത്തിനായി യുവതികൾ എത്തുന്നു എന്ന വാർത്ത ഭക്തരെയും അതുപോലെ തന്നെ വിശ്വാസികളെയും ആശങ്കയിൽ ആഴ്ത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ RSSും വ്യാപകമായുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.